ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് മത്തൻ കുമ്പളം വെച്ചിട്ട് ഒരു അടിപൊളി സബ്ജി ഉണ്ടാക്കാം. കഴിച്ചാലും മതി വരില്ല. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എടുത്തിട്ടുണ്ട്, ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നന്നായി കഴുകിയതിന് ശേഷമാണ് ക്യൂബ്സ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ആക്കിയതും 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച മത്തൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഇത് തിരിച്ചും മറിച്ച് ഇട്ടിട്ടൊന്ന് എടുക്കണം, അടി പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമ്മുടെ മത്തൻ്റെ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് ഡ്രൈ സബ്ജി. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. കാണുന്നത് പോലെയൊന്നുമല്ല. മത്തൻ നാട്ടിൽ പണ്ടൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ഐറ്റമായിരുന്നു മത്തൻ കുമ്പളം. അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പിടിച്ചില്ല. ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും കഴിക്കും. അപ്പോൾ റെസിപ്പി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. മല്ലിയുടെ എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളായിരുന്നു, ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ എല്ലാ ചപ്പാത്തിക്കും സൈഡ് ഡിഷായിട്ട് നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കറി തന്നെ വേണമെന്നില്ല, നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണം ഗൈസ്. ഇതിൻ്റെ കൂടെ കുറച്ച് ദാലും കൂടി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു വീഡിയോ കൂടി